അഡ്വക്കേറ്റ് ജയസൂര്യൻ വളരെ കുറച്ച് സമയമേ ഇനി ബാക്കിയുള്ളൂ. അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഈ വിവരങ്ങളൊക്കെ അങ്ങേക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ശ്രീ എം ജയചന്ദ്രൻ ചോദിച്ചിരുന്നു. വളരെ പെട്ടെന്ന് മറുപടി. ഞാനിവിടെ പറഞ്ഞ വിവരങ്ങൾ ഇതിനു മുമ്പ് പല ചാനൽ ചർച്ചകളിലും ഞാൻ വിശദീകരിക്കുകയുണ്ടായ കാര്യങ്ങളാണ്. അതായത് ഈ പറഞ്ഞ 5 കാറ്റഗറി ആയിട്ട് ഭക്തജനങ്ങളെ തിരിക്കുന്നു എന്നുള്ള വാർത്ത പത്രമാധ്യമങ്ങളിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. പക്ഷെ പത്രമാധ്യമങ്ങളിൽ കണ്ടു എന്നുള്ളത് കൊണ്ട് ചാനലിൽ വന്നിരുന്ന ആധികാരികമായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിനെ വേണ്ടി അന്വേഷിച്ചപ്പോൾ കേരള ഗവൺമെന്റ് ദേവസ്വം ബോർഡ് ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഓൺലൈൻ പരസ്യങ്ങളിലൊക്കെ തന്നെ ഇത് കൃത്യമായിട്ട് കാണിച്ചു എന്ന് മാത്രമല്ല, അതിൽ എത്ര പേർക്ക് ദർശനം കൊടുക്കാം, 3 കോടിയിൽ കൂടുതൽ തുക കൊടുക്കുന്നവർക്ക് 5 ദിവസം ദർശനമുണ്ടെന്നും ഇത്ര പേരെ അവരുടെ കൂടെ കൊണ്ടുവരാമെന്നും അവർക്ക് സൗജന്യമായ താമസമുണ്ടെന്നും ഭക്ഷണമുണ്ടെന്നും പ്രത്യേകമായിട്ടുള്ള പ്രസാദങ്ങൾ അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കുമെന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിന് താഴെ 1 കോടി മുതൽ 3 കോടി വരെ, 1 കോടിക്ക് താഴെ 50 ലക്ഷം 25 ലക്ഷം എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇപ്പോഴും എനിക്ക് കാണിക്കാൻ കഴിയും. ഞാൻ ഈ സൂം ലിങ്കിൽ കയറിയിരിക്കുന്നത് എന്റെ മൊബൈൽ ഫോണിൽ കൂടെ ആയതുകൊണ്ട് അതിൽ തന്നെയാണ് ഇത് സേവ് ചെയ്തിരിക്കുന്നുള്ളതുകൊണ്ട് എനിക്കിതിപ്പോ ഉയർത്തി കാണിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും ഇത് പബ്ലിക് ഡൊമൈനിൽ പോയാൽ കൃത്യമായിട്ട് ഇപ്പോഴും ലഭ്യമാണ്. അതുകൊണ്ട് അത് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതിന്റെ മറുപടിയായിട്ട് ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്.